ഷാഫി പറമ്പിലിനെ അതിക്രമിച്ചതിന് പിന്നാലെ ഇരിക്കപ്പുറതി ഇല്ലാതായിരിക്കുകയാണ് CI അഭിലാഷ് ഡേവിഡിന്. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ആകെ കണ്ണിലെ കരടായി CI മാറിയിരിക്കുകയാണ്. തൊപ്പി തെറിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ അത് പിടിച്ചു നിർത്താനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് CI നിൽക്കുന്നത്. ഇതിന്റെ ആദ്യ പടിയായി മേലാളന്മാർക്ക് ഷാഫി പറമ്പിൽ MP-ക്കെതിരെ പരാതിയുമായി എത്തിയിരിക്കുകയാണ് CI അഭിലാഷ്. ഷാഫി പറമ്പിലും കൂട്ടരും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്നാണ് ഇപ്പോൾ CI പറയുന്നത്. അതുകൊണ്ട് ഷാഫിക്കെതിരെ കേസ് എടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് CI അഭിലാഷ്. അതിക്രൂരമായി സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നും ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും CI പറയുന്നുണ്ട്. ഇതോടെയാണ് ഷാഫി പറമ്പിലിനെതിരെ കേസ് എടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് CI DGP മുൻപാകെ പരാതി സമർപ്പിക്കുന്നത്. ഇതിനിടെ ഷാഫി പറമ്പിൽ CIക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് നൽകിയ പരാതി തള്ളിയതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. DGPക്ക് ദിവസങ്ങൾക്ക് മുൻപ് നൽകിയ പരാതി ഇപ്പോഴും അതേ മേശപ്പുറത്ത് തന്നെ തട്ടിയും തടഞ്ഞും കിടക്കുകയാണ്. ഈ പരാതി കീഴ് ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ട ഉത്തരവാദിത്തം DGP നിർവഹിക്കാതെ വന്നതോടെയാണ് അന്വേഷണം വഴിമുട്ടിയത്. ഇതിനിടയിലാണ് CI തിരിച്ച് ഷാഫിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതും. ശ്രീകാര്യം CI ആയിരുന്ന സമയത്ത് ലൈംഗിക പീഡന കേസ് പണം വാങ്ങി അട്ടിമറിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കമ്മീഷണർ ആയിരുന്ന CH നാഗരാജു ഭിഷാലിനെ പിരിച്ചുവിടാൻ നോട്ടീസ് നൽകിയെന്ന് കഴിഞ്ഞ ദിവസം തെളിഞ്ഞതാണ്. എന്നാൽ ഈ ഉത്തരവ് 2 വർഷത്തെ ശമ്പള വർധന തടയൽ എന്ന നടപടി മാത്രമാക്കി അന്നത്തെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചുരുക്കി. DGPയുടെ ഈ ഇടപെടലിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നാണ് സൂചനകൾ. പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസിന് അഭിലാഷ് നൽകിയ മറുപടി തൃപ്തികരമെന്നായിരുന്നു DGP ദർവേഷ് സാഹിബ് വിലയിരുത്തിയത്. നടപടിക്ക് നിർദ്ദേശം വന്ന് 1.5 വർഷത്തിനുള്ളിലായിരുന്നു ഇത്. അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ച് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. CPM-മായി അടുത്ത ബന്ധമുള്ള തിരുവനന്തപുരത്തുകാരനാണ് അഭിലാഷ് ഡേവിഡ്. ശ്രീകാര്യം CI ആയിരുന്ന അഭിലാഷ് പിന്നീട് റെയിൽവേയിലേക്ക് മാറി. ഇതിന് പിന്നാലെ ചില കേസുകളും വന്നിരുന്നു. ഇതാണ് പോലീസിൽ നിന്നും പുറത്താക്കലിലേക്ക് കാര്യങ്ങളെത്തിയത്. 90കളിൽ തിരുവനന്തപുരത്തെ SFI നേതാവായിരുന്നു അഭിലാഷ് ഡേവിഡ്. വഞ്ചിയൂർ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. പോലീസിന്റെ ഭാഗമായപ്പോഴും ഈ ബന്ധങ്ങൾ തുടർന്നു. ചില നിർണായക കേസുകൾ തെളിയിച്ചതോടെ അഭിലാഷിന്റെ കരിയർ ഉയരുകയും ചെയ്തു. തൊടുപുഴയിലെ അരുൺ ആനന്ദിന്റെ ക്രൂരത തെളിയിച്ചതും അഭിലാഷ് ഡേവിഡിന്റെ ചോദ്യം ചെയ്യലായിരുന്നു. തിരുവനന്തപുരത്ത് ജോലി ചെയ്യവേ കോവിഡ് കാലത്ത് അടക്കം നടത്തിയ ഇടപെടലുകൾ വാർത്തയായി. ഇതിനിടയിലാണ് ആരോപണങ്ങൾ ഒന്നൊന്നായി എത്തിയത്. എന്നാൽ ചില ഇടപെടലുകളിലൂടെ വീണ്ടും സർവീസിൽ തിരിച്ചെത്തി. രാഷ്ട്രീയ സ്വാധീനമായിരുന്നു ഈ രഹസ്യ നീക്കങ്ങളിൽ തുണച്ചത്. ഇതിനിടയിലാണ് പേരാമ്പ്രയിൽ സംഘർഷത്തിൽ അഭിലാഷ് ഡേവിഡ് സർവീസിൽ തിരിച്ചെത്തിയത് കോൺഗ്രസ് പോലും അറിയുന്നത്. പേരാമ്പ്രയിൽ തന്നെ മർദ്ദിച്ചത് അഭിലാഷ് ആണെന്നായിരുന്നു ഷാഫിയുടെ ആരോപണം. മാഫിയ ബന്ധത്തിന്റെ പേരിൽ 2023 ജനുവരി 16-ന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ്. ഈ ക്രിമിനൽ പശ്ചാത്തലം ഉയർത്തിക്കാട്ടി ഷാഫി പറമ്പിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടക്കുകയാണ്. ഇതിനിടയിലാണ് ഷാഫിയെ പൂട്ടാനുള്ള ഒരു കൊച്ചു തന്ത്രവുമായി CI അഭിലാഷ് ഡേവിഡ് എത്തുന്നത്.